ഇനിയുള്ള സമയങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ബോധ്യമായ പരലോകത്തേക്കുള്ള പാഥേയമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദര മുഅ്മിനെ മുഅ്മിനത്തെ, ഞാനൊരു ആമുഖത്തിലോട്ട് കടന്നു പോകുന്നില്ല. നമ്മുടെ അവസാന യാത്ര അത്രമേൽ ശുഭകരമാവുകയില്ല. ആത്മാവിലേക്ക് നിങ്ങൾ ചേർത്ത് വെച്ചുകൊള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഈ വാക്കുകളെ ഇടിനാദം പോലെ നിങ്ങൾ ചേർത്ത് വെച്ചുകൊള്ളൂ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. ഈ വിനോദ ഉപാധികളിൽ ഇങ്ങനെ അഭിരമിച്ച് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി നിങ്ങൾക്ക് ഞാൻ ജന്മം നൽകിയത് എന്ന് മാനവാ നീ കരുതുന്നുവെങ്കിൽ നിന്റെ ചിന്തകൾ അബദ്ധജടിലങ്ങളാണ്. നീ ജീവിക്കുന്നത് മൂഢന്മാരുടെ സ്വർഗത്തിലാണ്. നീ ജീവിക്കുന്നത് തെറ്റിദ്ധാരണകളുടെയും മിഥ്യാധാരണകളുടെയും നടുവിലാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിച്ചു പരിപാലിച്ച് സൂര്യനെ കിഴക്കിൽ നിന്ന് ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും രാപകലുകളെ സമയങ്ങളുടെ വ്യതിയാനങ്ങളില്ലാതെ കൃത്യമായി മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുപോവുകയും ഓരോ ദിവസവും ആഴ്ചയും മാസവും കൊല്ലങ്ങളും പിന്നിടുമ്പോൾ ഈ ഭൂമിയിലെ പ്രതിനിധിയായ മനുഷ്യന്റെ ശരീരത്തിൽ അവന് ഭാവമാറ്റങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്ന ജനങ്ങളുടെ ഇടകളിലേക്ക് ഈ ദിനങ്ങളെ മുഴുവനും ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, പ്രപഞ്ച നായകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു നമ്മോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവന് ചോദിക്കാൻ അർഹതയുണ്ട്. കാരണം അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്, അവനാണ് മാലിക്, അവനാണ് ജബ്ബാർ, അവനാണ് സത്താർ. ഉണ്ണാനും മുടുക്കാനും കഴിക്കാനും ചിരിക്കാനും കിടക്കാനും പടുക്കാനും ആഹരിക്കാനും അന്നം പാനം ചെയ്യുവാനും ആരോഗ്യവും എല്ലാം പ്രദാനം ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് നമുക്ക് ജീവിതം തന്നത്, അവനാണ് നമുക്ക് മരണം തന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജീവിക്കാനും അനുവാദം തന്നത്, അവനാണ് മരണത്തോടെ വിട പറയാനും നമ്മോട് ഈ ലോകത്ത് ക്രമീകരിച്ചു തന്നത്. ജനനത്തെയും മരണത്തെയും കൃത്യമായി സംവിധാനം ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നമ്മോട് പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രമാണങ്ങളെ സ്വന്തം ജീവിതം കൊണ്ട് തഫ്സീർ രചിച്ച, ഭാഷ്യം രചിച്ച ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനന മരണങ്ങളുടെ ഇടയിലുള്ള ആയുസിന്റെ ദൈർഘ്യത്തെ അടയാളപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഔ 70. 6 പതിറ്റാണ്ടോ 7 പതിറ്റാണ്ടോ ഏറിപ്പോയാൽ 60 70 വർഷം മാത്രം അവധി നിശ്ചയിക്കപ്പെട്ട ഈ ഒരു ദുനിയാവിലേക്ക് നിങ്ങളെ അല്ലാഹു പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. വെറുതെ വൃഥാവിലായി കളിതമാശയായി ഇവിടെ കിടന്ന് വിനോദിക്കാനും കെട്ടിപ്പിടിച്ചിരിക്കാനും കെട്ടിപ്പിടിക്കാനും ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഉടയാടകൾ മുഴുവനും ധരിച്ച് അല്ലാഹു തന്ന സുഖങ്ങൾ മുഴുവനും ആസ്വദിച്ച് അവൻ തന്നെ ആരോഗ്യത്തിൽ അഭിരമിച്ച് അവൻ തന്നെ അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ച് അവൻ തന്നെ ആത്മാവിനെ വഞ്ചിച്ച് അവൻ തന്നെ ശരീരത്തെ മോഹങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞുവിട്ട് വെറുതെ ജീവിക്കാനാണ് ഞാൻ ഇവിടേക്ക് മണ്ണിൽ നിന്ന് നിന്നെ പടച്ചതെന്ന് മുഅ്മിനേ മുഅ്മിനത്തെ നീ കരുതുന്നുവോ? അല്ലാഹു പറയാണ്, ഇല്ല ഇല്ല ഇല്ല, നിന്റെ ധാരണകൾ ശരിയല്ല. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ഒരിക്കലും എന്റെ സവിധത്തിലേക്ക് നിന്നെ മടക്കപ്പെടില്ലെന്ന് നീ കരുതുകയാണോ എന്ന് അല്ലാഹു ആബാലവൃദ്ധം ജനങ്ങളോട് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്നലെ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് ഇന്ന് മണ്ണറയിലോട്ട് കടന്നുപോയ മണവാട്ടിയുടെ കഥകളെ പറയുമ്പോ, മംഗലാപുരത്ത് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഈ വിനീതൻ ഇന്ന് മംഗലാപുരത്ത് കാല് കിട്ടിയടാ. ആ സമയം മുതൽ എന്റെ ഫോണിലേക്കും വാട്സപ്പിലേക്കും മംഗലാപുരത്ത് പരിചയമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇന്നലെ മണവാട്ടിയായിട്ട് സ്വർണ്ണാഭരണങ്ങളെ കരുത്തിലണിഞ്ഞിരുന്ന പാവപ്പെട്ട പെണ്ണ് അവളിന്ന് മണിയറയ്ക്കുള്ളിൽ നിന്ന് മണ്ണറക്കിലേക്ക് യാത്രയായി വാക്കുവേ. അവളെ കുറിച്ചൊന്ന് പറയണേന്ന് പറയുമ്പം അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മുഅ്മിനേ മുഅ്മിനത്തേ, ഇത് മംഗലാപുരത്തെ കേവലം ഒരു പെണ്ണിന്റെ മാത്രം കഥ
കാണുകയാണോ? ഇത് ലോകത്തിലെ ഏതെങ്കിലും കല്യാണ ജീവിതത്തിലേക്കോ സ്വപ്നങ്ങളുടെ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച ഏതെങ്കിലും ഒരേ ഒരു പെണ്ണിന് മാത്രം കഥയാണോ? അല്ല അല്ല. അല്ലാഹു പറയുകയാ, നിങ്ങൾ ഓരോരുത്തരും അന്നക്കും ഇലൈനാ ലാ തുർജഊൻ. ജീവിതത്തിന്റെ ഓരോ സ്വപ്നങ്ങളെ തേടി നിങ്ങൾ യാത്ര പോകുമ്പോ, നിങ്ങളുടെ മകളെ കെട്ടിക്കാനുള്ള ആലോചനയുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ, നിങ്ങളുടെ പൊന്നുമക്കൾക്ക് അഡ്മിഷൻ മേടിക്കാൻ മെഡിക്കൽ കോളേജിൽ സീറ്റ് അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോ, നിങ്ങളെ വീട്ടിൽ അന്നത്തിന് വേണ്ടി നിങ്ങൾ ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ, ആ യാത്ര പൂർത്തിയാക്കുമെന്ന് നിങ്ങൾ എന്തിനാണ് ഉറപ്പിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഒരു പ്രാവശ്യം നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ കരുതുകയാണോ? മുഅ്മിനേ മുഅ്മിനത്തെ, വഅദ് പറയാൻ ഇനി ഒരു വിശേഷങ്ങൾ വേണ്ട, വഅദ് പറയാൻ ഇനി വേറൊരു വാഗ്വാദങ്ങൾ വേണ്ട, പ്രസംഗത്തിന് ഇനി വേറൊരു പരിപ്രേക്ഷ്യങ്ങൾ വേണ്ട, പ്രസംഗത്തിന് ഇനി ഒരു പ്രതിപാദ്യ വിഷയം വേണ്ട. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യത്തെ നിങ്ങൾ മുഖവിലത്തെടുത്തോളൂ. സമയം ഇതാ കടന്നുപോയി കഴിഞ്ഞു. അത് ഈ മംഗലാപുരത്തിലെ ഈ മിത്തബയലിലെ ഒരു കാലഘട്ടം മുഴുവനും ഒരു പുരുഷായുസ് മുഴുവനും പരമസാത്വികനായി, ഒരു പുരുഷായുസ് മുഴുവനും പരമസാത്വികനായി, സൂഫി വര്യനായി, പാരമ്പര്യത്തിന്റെ പതിറ്റാണ്ടുകളിലൂടെ പണ്ഡിത തറവാട്ടിലെ കുലപതിയായി കടന്നുപോയ ഒരു സമയത്ത് നമുക്ക് ആത്മീയ സദസ്സുകളിൽ നിറഞ്ഞു നിന്ന ഇന്നകര ഒരു വെളിപ്പാടകര മണ്ണറയിലെ രാജകുമാരനെ പോലെ കിടന്നുറങ്ങുന്ന മഹാനായ മിത്തബയൽ അബ്ദുൽ ജബ്ബാർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, മഹാനവരുടെ സാമീപ്യം നമ്മുടെ ദുആക്ക് ഇജാബത്തായി റബ്ബ് കബൂലാക്കട്ടെ. ആ മഹാനവറുകളുടെ ഏറ്റവും പുണ്യമായ സാഫല്യമായ ജീവിതത്തിന്റെ ഭൂമികയുടെ നടുവിൽ വെച്ച് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, അവരൊക്കെ നമ്മോട് പറഞ്ഞത് സമയം കഴിഞ്ഞു പോയി, സമയം അതിക്രമിച്ചു പോയി, ഇനി നോക്കി നിൽക്കാൻ സമയമില്ല. അങ്ങകലെ ദജ്ജാലിന്റെ കുളമ്പടികൾ കേട്ട് കഴിഞ്ഞു. അങ്ങ് എവിടെ നിന്നോ പടിഞ്ഞാറിന്റെ സിയോണിസത്തിന്റെ മടിത്തട്ടിൽ നിന്ന് അങ്ങകലെ നിന്ന് ദജ്ജാലിന്റെ കാൽപ്പാടുകളാണ് കാണുന്നത്. മറുഭാഗത്ത് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവിന്റെ കുളമ്പടിയാണ് കേൾക്കുന്നത്. ഇസ്ലാമിക ലോകമേ കാതോർക്കുക, ബോളിവുഡ് നായകർക്ക് വേണ്ടിയല്ല, ഇതിഹാസ നായകന് വേണ്ടിയല്ല, ഉലക നടികന് വേണ്ടിയല്ല, ഭരണകർത്താക്കൾക്ക് വേണ്ടിയല്ല, ഏകാധിപതികൾക്ക് വേണ്ടിയല്ല, സർവാധിപതികൾക്ക് വേണ്ടിയല്ല, ഈ ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാർക്ക് വേണ്ടിയല്ല. അധികാരം നൈമിഷികമാണ്. ഒരു ഏകാധിപതിയിൽ ലോക ചരിത്രത്തിൽ എന്നും ഏകാധിപത്യത്തോടെ കടന്നുപോയിട്ടില്ല. തന്റെ മുമ്പിലേക്ക് വന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരള് പച്ചയ്ക്ക് ചവച്ചു തുപ്പിയ അപ്പുറത്തെ നാട്ടിൽ നിന്ന് ദൂതനായി മുമ്പോട്ട് വന്ന ദൂതനെ, ഒരു രാജ്യത്തിന്റെ ദൂതനെ തിളച്ചുമറിയുന്ന ചെമ്പിലിട്ട് വേവിച്ചു കളഞ്ഞ 8 വർഷത്തെ ഭരണാധികാരത്തിന്റെ ഇടയിൽ 3 ലക്ഷത്തോളം വരുന്ന നിരപരാധികളെ കൊന്നൊടുക്കിയ, തന്നെ എതിർത്തവരെ കുത്തിയും കത്തിയും വരട്ടിയും കൈകടിച്ചും ഈ ലോകത്തോട് വിട പറയിപ്പിച്ചു പോയ 6 അടി 4 ഇഞ്ച് പൊക്കമുണ്ടായിരുന്ന ഭീമാകാരനായിരുന്ന ഒരു ഏകാധിപതിയെ നിങ്ങൾക്കറിയുമോ? കംബോഡിയയുടെ ഏകാധിപതി ഈദി അമീൻ തന്റെ ശരീരം കൊണ്ടും തന്റെ ഭാഷ കൊണ്ടും ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചു നിർത്തിയ, ലോക രാജാക്കന്മാരുടെ തീന്മേശകളിൽ ആതിഥേയത്വം ലഭിക്കാതിരുന്ന, 8 വർഷം ഭരിച്ചപ്പോ 3 ലക്ഷം പേരെ കൂട്ടക്കശാപ്പ് ചെയ്ത, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരളുകൾ പച്ചക്ക് ചവച്ചു തിന്ന, അടുത്ത ദേശത്തിന്റെ അനുയായി അടുത്ത ദേശത്തിന്റെ ദൂതനെ തിളച്ചുമറിയുന്ന വെള്ളത്തിലിട്ട് പുഴുങ്ങിക്കളഞ്ഞ 1970-കളിൽ ലോകത്തെ ഭരിച്ച കംബോഡിയ ഭരിച്ച ഈദി അമീന് അവസാന സ്വന്തം നാട്ടുകാര് ആട്ടിപ്പായിച്ച് സൗദി അറേബ്യയിൽ അഭയാത്തിയെ പോലെയാണ് ചത്തുപോയതെങ്കിൽ, സഹോദര, ഏകാധിപത്യത്തിന്റെ ഉരുക്കുമുട്ടിയുടെ മുമ്പിൽ പേടിച്ചു നിൽക്കണ്ട. രാജാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ സിംഹാസനത്തിന്റെ സ്തുതിപാഠകരാകണ്ട. മുസ്ലിം ഉമ്മ തയ്യാറെടുത്തുകൊള്ളൂ, മുസ്ലിം യുവത്വമേ തയ്യാറെടുത്തുകൊള്ളൂ. ഇമാം മഹ്ദിയുടെ കാൽപ്പാടുകൾ നമ്മളെ തേടിയെത്താനെത്തിയിരിക്കുന്നു. ലോകം അവിടേക്ക് മാറിപ്പോവുകയാണ്.
ലോകാവസാനത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിന്റെ അവസാനത്തിലേക്ക് ഈ ലോകം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങകലെ ഡമസ്കലെ വെള്ളമിനാരത്തിന്റെ മിനാറത്ത് ബൈളാ, ഡമാസ്കസിലെ പള്ളിയുടെ വെള്ളമിനാരത്ത് മഹാനായ മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങാറാകുമോ? ഇമാം മഹ്ദി ലോകത്തേക്ക് വരുമോ? അന്ന് കഅബാലയത്തിന്റെ തവാഫിന്റെ മുറ്റത്ത് പ്രത്യക്ഷപ്പെടുന്ന ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിൽ പിടിക്കാൻ നമ്മൾ ഹബീബിന്റെ കാൽപാദങ്ങളിലൂടെ നടന്നു പോവുക. തയ്യാറാവുക ചെറുപ്പക്കാരെ, ഹൃദയത്തിലേക്ക് ഹബീബിനെ കൊണ്ടുവന്ന് ഹബീബുനാ വശഫീഉനാ വഉസ്വത്തുനാ വഖായിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാം തയ്യാറാവേണ്ടത് അവിടേക്കാണ്. ഇവിടുത്തെ ആയുസ് ഒടുങ്ങാറായി, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ആയുസ് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്ത് ഗുണമാണുള്ളത്? ഒരു രോഗം വന്നാൽ സുഖങ്ങൾ നശിച്ചു പോയില്ലേ? ഒരു കിഡ്നി തകരാറായാൽ പിന്നെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടില്ലേ? അറിയാതൊരു കടബാധ്യത വന്നാൽ ആ സമയത്ത് നമ്മുടെ ജീവിതം ദുസ്സഹമല്ലേ? അറിയാതെ എങ്കിലും പറയാറില്ല നമ്മൾ, മകൾക്കൊരു മാരക രോഗം വരുമ്പോ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. ഈ ആത്മാവിന്റെ തസ്കിയത്തിനാണ് നമ്മൾ റജബിനെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് സഹോദര സഹോദരി, നാം പ്രതീക്ഷിക്കുന്നത് ഭരണാധികാരികളെയല്ല, ഭരണമാറ്റത്തെയല്ല. ഏകാധിപത്യത്തിന്റെ പ്രവണതകളിൽ നമ്മളുടെ ശബ്ദകോലാഹലങ്ങൾ അലിഞ്ഞില്ലാതായാലും നമ്മൾ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാമുന മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടേക്ക് പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് പാതയമൊരുക്കലല്ലേ ഇനി നമ്മുടെ ജോലി. ഒരു രോഗം വന്നാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. ഒരു രോഗം വന്നാൽ, ഭാര്യക്കൊരു രോഗം വന്നാൽ, ഭർത്താവിനൊരു രോഗം വന്നാൽ, എങ്ങാനും ബിസിനസ് തകർന്നിട്ടൊരു കടബാധ്യത വന്നാൽ, അതല്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വഫാത്തായി പോയാൽ, അതോടെ നമ്മുടെ ദുനിയാവിന്റെ ജീവിതം ദുസ്സഹമായി. കിടന്നാൽ ഉറക്കമില്ല, കിടന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ല. അറിയാതെയെങ്കിലും പെങ്ങളെ, മുഅ്മിനേ മുഅ്മിനത്തെ, അറിയാതെയെങ്കിലും പറയാറില്ലേ, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കാണത്. ദുനിയാവില് പ്രയാസം വല്ലാതെ കൂടുമ്പോ നമ്മുടെ സഹോദരിമാരൊക്കെ, നമ്മുടെ ജീവിതത്തിലൊരു പ്രയാസം വരുമ്പോ നമ്മളെല്ലാവരും പറയാറുള്ള ഒന്നാണ്, ഇതൊന്നും സഹിക്കാൻ വയ്യ, മോളുടെ രോഗം കണ്ടു നിൽക്കാൻ വയ്യ, കടം സഹിക്കാൻ വയ്യ, ഇനിയിപ്പോ ഒന്നുമില്ല, എങ്ങനെയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ദുനിയാവിൽ വലിയ ആഗ്രഹമൊന്നുമില്ല. പറയാറില്ല മനുഷ്യന്മാരെ, പറയാറില്ല നിങ്ങളെ? ആ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴും മരിച്ചതിന് ശേഷം പിന്നെ എന്റെ ജീവിതം ഇതിനേക്കാൾ ദുസ്സഹമാണ് അവിടെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് ആ വാക്ക് പറയാറുള്ളത്. മരിച്ചിട്ട് ഖബറിൽ പോയി അവിടെ നിന്ന് പിന്നെ പരലോകത്തേക്ക് പോയാൽ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പിന്നെ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈ രോഗം, ഈ കടം, ഈ പ്രയാസം, ഇതൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് നമ്മൾ പറയുമ്പോഴും മരണശേഷം എന്തെന്ന് ചിന്തിച്ചിട്ടാണോ പറഞ്ഞത്? അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, 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 നീ ഞങ്ങളോ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. ഒരു ദുആ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യോ? രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ ചെയ്യാറുണ്ടോ അത്? എപ്പോഴും അല്ലാഹുവിനോട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇശാ കഴിഞ്ഞിട്ട് കിടപ്പറയിലോട്ട് പോകുമ്പോ അല്ലാഹുവിനോട് ഓരോ വിശ്വാസിയും ദുആ ചെയ്യണം. അല്ലാഹുവേ, റബ്ബനാ റബ്ബനാ ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا 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 ولا
തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ അല്ലാഹുവേ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, എല്ലാ ദിവസവും ഇശാ നമസ്കരിച്ചു വുളൂയോടുകൂടി കിടക്കാൻ പോകുമ്പോ മുഅ്മിനെ മുഅ്മിനത്തെ മറന്നു പോകരുത്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണിത്. അല്ലാഹുവേ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, എനിക്ക് താങ്ങാൻ കഴിയാത്ത, എനിക്ക് ചുമക്കാൻ കഴിയാത്തൊരു ചുമട് എനിക്ക് തലയിലെടുത്തു വഞ്ഞ് എന്നെ നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണിത്. അല്ലാഹുവേ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ അല്ലാഹുവേ, അഹമ്മദ് കബീറിനെ നിനക്കറിയാമല്ലോ അല്ലാഹ്. കാണുന്ന ശരീരമല്ലാതെ താങ്ങാൻ കഴിയുന്ന കൽബില്ല റബ്ബേ, കൽബിന് കടുപ്പമില്ല റബ്ബേ. നീ ഒരു പരീക്ഷണം തന്നാൽ താങ്ങാനുള്ള കഴിവ് ഈ കൽബിനില്ല. അഹമ്മദ് കബീറിന് അടക്കവും അനക്കവും രഹസ്യവും പരസ്യവും തെളിച്ചവും വെളിച്ചവും ഇരുട്ടും വെളിച്ചവും അറിയുന്ന റബ്ബേ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, ഈ പെരടിക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നും ഈ ദുനിയാവിൽ തരല്ലേ അല്ലാഹ്. പടച്ചവനെ, എനിക്കത് താങ്ങാൻ കഴിയില്ല. എന്റെ പൊന്നുമക്കളാണ് പരീക്ഷണത്തിന് വിധേയരാകുന്നതെങ്കിൽ എനിക്കത് താങ്ങാൻ കഴിയില്ല റബ്ബേ. എന്റെ കൂടെ പിറപ്പിനെ പോലെ കൂടെ നിന്ന ഭാര്യക്കാണ് രോഗം വന്നതെങ്കിൽ അതെന്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയില്ല റബ്ബേ. നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് വേദനയിൽ വിട്ട് പറയുന്നതെങ്കിൽ അത് കൽബിനെ താങ്ങാൻ കഴിയില്ല റബ്ബേ. എപ്പോഴും ദുആ ചെയ്യണം മുഅ്മിനെ മുഅ്മിനത്തെ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ചുമടും തരല്ലേ അല്ലാഹ്. എന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് റബ്ബിനോട് പറയണം, അല്ലാഹുവേ ഫഅഫു അന്നാ, ഫഅഫു അന്നാ, മാപ്പ് നൽകണേ റബ്ബേ. വഗ്ഫിർ ലനാ, പാപം പൊറുക്കണേ റബ്ബേ. വർഹംനാ, ഈ അടിമയോട് കരുണ കാണിക്കണേ അല്ലാഹ്. അന്ത മൗലാനാ, എന്റെ റബ്ബ് നീയാണ്, എന്റെ യജമാനൻ നീയാണ്, എന്റെ സിട്ടാവ് നീയാണ്. അന്ത മൗലാനാ, നീ അല്ലാതൊരു റബ്ബില്ല, നീ അല്ലാതൊരു രക്ഷിതാവില്ല, നീ അല്ലാതെ എനിക്കൊരു നസീറില്ല, നീ അല്ലാതെ എനിക്കൊരു നദീറില്ല റബ്ബേ. നീ അല്ലാതൊരു നസീറില്ല റബ്ബേ, നീ അല്ലാതൊരു നദീറില്ല റബ്ബേ, നീ അല്ലാതൊരു വസീറില്ല റബ്ബേ, നീ അല്ലാതൊരു മതീലില്ല റബ്ബേ, നീ അല്ലാതൊരു നാസിറില്ല റബ്ബേ, നീ അല്ലാതൊരു ഹയ്യില്ല റബ്ബേ, നീ അല്ലാതൊരു ഖയ്യൂമില്ല റബ്ബേ. യാ ദൽ ജലാലി വൽ ഇക്റാം, അഖിലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ച് സംഹരിച്ചു പരിപാലിച്ചു പോകുന്ന റബ്ബേ, പടച്ചവനെ അന്ത മൗലാനാ, ഞങ്ങളുടെ രക്ഷിതാവ് നീ മാത്രമാണ്, അതിലപ്പുറം ഞങ്ങൾ ചലിക്കില്ല റബ്ബേ. ചഞ്ചല ചിത്തരാവാട് പടച്ച റബ്ബിലേക്ക് ഹൃദയത്തെ ചേർത്ത് വെച്ചിട്ടുറങ്ങണേ. അല്ലാഹുവിനോട് പറയണേ, അല്ലാഹുവേ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ തലയറുത്തു കൊല്ലുന്ന, ഞങ്ങളുടെ സഹോദരിമാരുടെ അഭിമാനത്തെ പിച്ചു ചിന്നുന്ന, ഞങ്ങളുടെ മേൽ അക്രമത്തോടെ പെരുമാറുന്ന അക്രമകാരികൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ എന്ന് റബ്ബിനോട് പറയാതെ ഒരു രാത്രി നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുടെ കണ്ണുകൾ അടയാതിരിക്കട്ടെ. പടച്ച റബ്ബിന്റെ അടുക്കലാണ് വഅന്തൽ മുസ്തആനു വഅലൈക്കൽ ബലാഗ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുവിലേക്ക് തവക്കുലേൽപ്പിച്ച് ഓരോ രാത്രികളിലും കണ്ണടക്കുക. അടുത്ത പ്രഭാതം ആശ്വാസത്തിൻ്റെതാണ്, അടുത്ത പ്രഭാതം വിശ്വാസത്തിൻ്റെതാണ്. അല്ലാഹു നമ്മുടെ രാത്രികളെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മുടെ രാത്രികളെ നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റും. പിന്നെ നമ്മുടെ ഹൃദയം മരണത്തെ ആഗ്രഹിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ ചിന്ത അവിടെയല്ല. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ലാഘവത്വത്തോടെ പറഞ്ഞാൽ മരിച്ചു കിട്ടിയാലുള്ള അവസ്ഥ എന്താ?
മരിച്ചിട്ടയാളുടെ അവസ്ഥ എന്താ? പോക്കന്നെ ഉറപ്പുണ്ട കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്ത എങ്ങനെയല്ല, ഭൂമിയിലെ കാര്യങ്ങൾ പോക്കാണെന്ന് നമ്മൾ വിലയിരുത്തിയാലും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. പരലോകം എങ്ങനെയാ? അല്ലാഹു പറയുകയാണ്, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ അത്തിർ റഹ്മാനി അഹ്ദാ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. മുഖദ്ദിമ ഓതിയപ്പോൾ ഈ വിനീതൻ പറഞ്ഞു വെച്ച ഓതി വെച്ച ഖുർആനിലെ സൂറത്ത് താഹയിലെ ഒരായത്താണിത്. ഏകനായ അല്ലാഹു പറയുകയാ, ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാനും ഇവിടെ സുഖിക്കാനും ഒക്കെ അവസരം ഒരുക്കി തന്ന അല്ലാഹു തന്നെ പറയാണ്, അടിമകളെ, ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ജീവിച്ചിരുന്ന ഞാൻ ജീവൻ കൊടുത്ത ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവയെല്ലാം നാളെ പരലോകത്തവർ എന്നെ മുമ്പിൽ ഹാജരാവാതെ പോവില്ല കേട്ടോ. ആകാശഭൂമികളുടെ ഇടയിൽ ശ്രദ്ധിച്ചു കേട്ടോ മുഅ്മിനേ മുഅ്മിനത്തേ. ഇന്നത്തെ റെഡിയാവാൻ നമ്മളൊക്കെ നന്നാവാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലാഹു പറയാണ്, ആകാശഭൂമിയുടെ ഇടയിൽ ജീവിച്ചിരുന്ന ആരൊക്കെയുണ്ടോ, അവൻ ആട്ടിക്കക്കാരനാവട്ടെ, അവൻ അന്റാർട്ടിക്കയിലാവട്ടെ, അവൻ ആസ്ട്രേലിയയിലാവട്ടെ, അവൻ ആംസ്റ്റർഡാമിലാകട്ടെ, അവൻ ആഞ്ചലസിലാവട്ടെ, എവിടെയായിരുന്നാലും നാളെ പരലോകത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടാതെ ഒരാൾ പോലും പോവില്ല കേട്ടോ. ആ സമയത്ത് മംഗലാപുരത്തെ കുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നുവോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വന്ന കോടാനുകൂടി ജനങ്ങള് പരലോകത്ത് പടച്ച തമ്പുരാനവന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ അണിനിരത്തുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് മംഗലാപുരത്ത് ഈ മിത്തബയലിൽ താമസിക്കുന്ന ഞാനെങ്ങാനും ആ ജനക്കൂട്ടത്തിന്റെ ശതകോടി ശതസഹസ്രം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ മഹാസദസ്സിൽ നിന്ന് ഞാൻ മാത്രമെങ്ങാനും ആരുമറിയാതെ ഒളിച്ചു പോയാൽ, ഞാൻ ആരുമറിയാതെ അതിൽ നിന്ന് ഊളിയിട്ട് പോയാൽ എന്നെ അറിയാൻ കഴിയില്ലല്ലോ. ആദം നബി മുതൽ അവസാനം വരെയുള്ള കോടാനുകോടികളുടെ ഇടയിൽ നിന്ന് ഈ മിത്തബയിലിൽ ഈ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഊളിയിട്ട് ആരും അറിയാതെ പോയാൽ ആരും അറിയില്ലല്ലോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുമെന്നിൽ യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അല്ലാഹു ഇതിന് മറുപടി പറയുകയാണ്, ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്താണിത്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. ലഖദ് അഹ്സാഹും, നിങ്ങളുടെ പൂർണ്ണമായ കണക്കെന്റെ കയ്യിലുണ്ട്. അല്ലാഹു പറയുകയാ, പൂർണ്ണമായ കണക്കുകൾ എന്റെ കയ്യിലുണ്ട്. വഅദ്ദഹും അദ്ദാ. ഒരു വല്ലാത്ത എണ്ണലാണ് നിങ്ങളെ ഞാൻ എണ്ണി വെച്ചിരിക്കുന്നത്. നിന്റെ ആധാർ കാർഡോ, നിന്റെ റേഷൻ കാർഡോ, നിന്റെ പാൻ കാർഡോ, നിന്റെ തിരിച്ചറിയൽ കാർഡോ അല്ല. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായ കണക്കുകൾ എന്റെ കയ്യിലുണ്ട്. എന്തിനാണ് മുഅ്മിനെ അത്ഭുതപ്പെടുന്നതെന്തിനാ? ഓരോരുത്തരുടെയും കണക്കല്ലാടെ കയ്യിലില്ലേ? അഹമ്മദ് കബീറിന്റെ ബയോഡാറ്റ റബ്ബിന്റെ കയ്യിലുണ്ട്. ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ബയോഡാറ്റ റബ്ബിന്റെ കയ്യിലുണ്ട്. എന്തേ കരുതത്തില്ലെന്ന് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഇടയിൽ നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ റബ്ബ് തന്നെ മറുപടി പറയുകയാ, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള കോടാനുകോടി ജനങ്ങളുടെ വിരൽ തുമ്പിന്റെ വിരലടയാളത്തെ വ്യത്യസ്തമായി സംവിധാനിക്കാൻ കഴിഞ്ഞ എനിക്കാണോ നിങ്ങളുടെ എണ്ണത്തെ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ലോകത്തിന്നേ വരെ വന്ന ഒരൊറ്റ മനുഷ്യന്റെ വിരലടയാളങ്ങൾ തമ്മിൽ സമാനതകളില്ലല്ലോ. കുറ്റാന്വേഷണ ശാസ്ത്രത്തിലെ ആധികാരിക തെളിവായി വിരലടയാളം മാറിയല്ലോ. അതിന് കഴിയുന്ന റബ്ബിനോടാണോ നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നതില്ല? ഇല്ല. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. നിങ്ങളുടെ എല്ലാവരുടെയും കണക്കുകൾ എന്റെ പക്കലുണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാര്യങ്ങൾ പിടികിട്ടിയ
ഈ കാര്യങ്ങൾ പിടികിട്ടിയ എവിടെയൊക്കെ പോക്ക്. എന്നാൽ ഇത്രയും ആളുകളുള്ള മഹാസമുദ്രത്തിൽ നിന്ന് ഞാൻ മാത്രം ഇങ്ങനെ ഊളിയിട്ട് പോകാമെന്ന് കരുതിയാൽ ഞാൻ പോയ ഇപ്പൊ മഹാസദസ്സിന് ആരറിയാൻ? ഇപ്പൊ ഈ ഒരു സദസ്സിന് അപ്പൊ രണ്ടാമത്തെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇവിടുന്ന് തിരിച്ചുള്ള യാത്രയുടെ സമയം അതിക്രമിച്ചു. രണ്ട്, യാത്ര പോയിട്ട് അവിടെ ഒരുമിച്ച് കൂടിയാൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പഴുതുകൾ അടച്ചിട്ടാണ് പടച്ചറപ്പിന്റെ സംവിധാനമെന്നും ഉറപ്പായി. അപ്പൊ പിന്നെ നമ്മൾ ആരാവണം? ചിന്തകളെ മാറ്റണം, നമ്മുടെ രീതിശാസ്ത്രത്തെ മാറ്റണം, നമ്മുടെ രീതികൾക്ക് മാറ്റം വരുത്തണം. ഞാൻ നിങ്ങൾക്കൊരു മഹാമനുഷ്യനെ പരിചയപ്പെടുത്തി തരാം. ഞാൻ നിങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ യുവാക്കൾക്ക് റോൾ മോഡലാക്കാൻ. സൽമാൻ ഖാൻ അല്ല, അക്ഷയ് ദേവ് ഗണ്ണനല്ല, പിന്നെ അതാ ഷാറൂഖ് ഖാൻ അല്ല. നിങ്ങൾ കർണാടകയിൽ ആരാന്ന് എനിക്കറിയില്ല. കർണാടകയിൽ ആരാ സൂപ്പർ സ്റ്റാർ? നാഗചൈതന്യ അല്ല, ആന്ധ്രല്ല. ഏതായാലും വൈരാഹ് അഖിലി ശരി കുല്ലിഹി അജ്മഈൻ. ഇനി ഞാൻ നിങ്ങൾക്കൊരു റോൾ മോഡലിനെ പറഞ്ഞു തരാം. ചെറുപ്പക്കാരെ, നന്നാവണമെന്ന് ജീവിതത്തിൽ തീരുമാനിച്ചാൽ മുഅ്മിനത്തെ അവരെ മാത്രം, അവരുടെ കാലടിയെ നിങ്ങൾ ഓർത്താൽ മതി. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത്. പറഞ്ഞുതരട്ടെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത്. റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. പുരാതനമായ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ആ മഹാമനുഷ്യൻ. അള്ളാഹു നമ്മളെ അവരുടെ കാൽപ്പാദത്തിലൂടെ നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം നമുക്ക് മഹത്തായ ഒരു ദുആ നടത്തി വേണം പിരിയാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിന്റെ നടുവിലൂടെ കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ നഗ്നവാദനായിട്ടൊരു മഹാമനീഷ് നടന്നു നീങ്ങുകയാണ്. ആരെന്നറിയുമോ സഹോദരാ? നടന്നു പോകുന്ന നമ്മുടെ കഥയിലെ ആ ഇതിഹാസ നായകൻ, സമാനതകളില്ലാതെ വ്യക്തിത്വത്തെ ലോകചരിത്രത്തിന് നടത്തിക്കൊണ്ടുപോയ ആ മഹാമനുഷ്യൻ എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട്. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ചെറിയ വടിയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ചുട്ടുപഴുത്ത് കിടക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഈ പറയുന്ന ചരിത്രങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറുമോ എന്ന് എനിക്ക് തീർച്ചയില്ല. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല. ആ മഹാമനുഷ്യനെ കുറിച്ച് ഞാൻ എന്റെ പ്രസംഗത്തിലുടനീളമല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ ചരിത്രത്തിന്റെ കഥാപാത്രം, ആ മഹാനെ കുറിച്ച് പറയാതെ അഹ്മദ് കബീറിന്റെ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ നഗ്നപാതനായി ചുട്ടുപടുത്ത് കിടക്കുന്ന മണൽത്തരികളുടെ മുകളിലൂടെ നടന്നു പോകുമ്പോ കയ്യിൽ ഒരു വലിയ വടി ഇരിക്കുന്നുണ്ട്. ആ വടി കൊണ്ട് കാലൊന്ന് ചവിട്ടിയിട്ട് ചുട്ടുപൊള്ളിയ ആ കാല് മേലോട്ട് പൊന്തുമ്പോ ആ പൊന്തിയ കാലിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടാ നടിച്ചിട്ട് ഉമറേ ഉമറേ ഉമറേ, ഖത്താബിന്റെ മകൻ ഉമറേ, എന്ത് വിചാരിച്ചിട്ടാണ് ഈ ഭൂമിയിലൂടെ നീ നടന്നു പോകുന്നത്? ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായിട്ട് നീ വിരാജിച്ച് നടന്നു പോകുന്നുവോ? ഉമറേ, ഇവിടെ നിന്ന് മരിച്ചിട്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു നിന്നെ ശിക്ഷിക്കും ഉമറേ. കഴിഞ്ഞ കാലത്തിൽ ചെയ്ത പാതകങ്ങൾക്ക് പകരം, നീ കുടിച്ച മദ്യപാനത്തിന് പകരം, അരിനായ്മകളുടെ ആയുസ് നീ ചെയ്തു കൂട്ടിയ അവിവേകത്തിന് പകരം ആഖിറത്തിൽ വലിയ ശിക്ഷയുണ്ടാകും ഉമറേ. എന്നിട്ട് പറയാ മഹാനായ ഉമർ റളിയല്ലാഹു തആല പറയാണ്, സഹോദരാ, ഇതൊക്കെ കേട്ടാൽ കണ്ണമിടറാതിരിക്കുവോ? ഉമറേ, അല്ലാഹു നിനക്ക് നൽകുന്ന ശിക്ഷ ഏതെന്നറിയോ? മാലം യുഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഒരാൾക്ക് പോലും ഇല്ലാത്ത ശിക്ഷ നിനക്കായിരിക്കും ഉമറേ. ആരാ പറയുന്നതാരാ? ഹബീബായ നബി തങ്ങൾ സ്വർഗയാത്രയിൽ കണ്ട സ്വർഗത്തിന്റെ മഹനീയ കവാടത്തിന് പേരെഴുതി വെക്കപ്പെട്ട
ഉമറേ നീ എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് ചേർന്ന് നിന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, ഉമറേ നിന്റെ ശിക്ഷ ഏടെന്നറിയുമോ? ലോകത്തൊരാൾക്കും കിട്ടാത്ത ശിക്ഷ റബ്ബ് നിനക്ക് നൽകും എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്ന സമയത്ത് കാൽപാദത്തിൽ ഇങ്ങനെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആഞ്ഞടിച്ച ഉമറിനെ ഓർക്കുമോ? റളിയല്ലാഹു തആല അൻഹു. സഹോദരാ സഹോദരി, ഞാനും നിങ്ങളും എന്താണ് കരുതേണ്ടത്? ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന പരിമിതമായ നിസ്കാരമല്ലാതെ, റമളാനിൽ പിടിച്ച ചില നോമ്പുകളല്ലാതെ, അറിയാതെയോ അറിഞ്ഞോ ചെയ്തില്ല സദക്കകളല്ലാതെ, പടച്ചവന്റെ പരലോകത്തേക്ക് പോകുമ്പോൾ അല്ലാഹുവേ അഹമ്മദ് കബീറിന്റെ കൈവെള്ള ശൂന്യമല്ലേ? നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് വന്നു നിൽക്കുക? നിന്റെ ചോദ്യത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണിത് പറയുന്നതെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സന്തത സഹചാരിയെ പോലെ കൂടെ നിന്ന കൂട്ടുകാരന് മഹാനായ സയ്യിദുനാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ആരെന്നറിയോ? ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഒരാൾ ആ നാട്ടിലെ ശുചായിയായ ചെറുപ്പക്കാരനാണ്, മറ്റൊരാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുമാണ്. ഒരാൾ ആ നാട്ടിലെ എന്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിത്തബയലിൽ നല്ല ശുചായിയായ ചെറുപ്പക്കാരൻ, ആ നാട്ടിലെ ഏറ്റവും നല്ല കോടീശ്വരൻ, രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ മറ്റൊരാളോട് ആഖിറത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രം നമ്മുടെ നാട്ടിൽ വരയ്ക്കാൻ പറ്റുമോ? പറയും. നമ്മൾ ഭയങ്കര ദുആയാണ്, പടച്ചോനെ ഞങ്ങളുടെ നാട് മദീന പോലെ ആവണം, നമ്മുടെ നാടിപ്പോഴും ഇസ്രയേല് പോലെ. ഒന്നുകിൽ ആ ചെറുപ്പക്കാരൻ മുതലാളിക്ക് കള്ള് മേടിച്ചു കൊടുക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ആ മുതലാളി ഈ ചെറുപ്പക്കാരനെ കൂടെ കൂട്ടിയ ഒരാളായിരിക്കും. അല്ലാത്ത ബന്ധങ്ങൾ വളരെ കുറവാണ്. അള്ളാഹു ആ കുറവുള്ള ബന്ധങ്ങളിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരാ? ടാറ്റയെക്കാളേറെ, ബിർളയെക്കാളേറെ, അംബാനിയെക്കാളേറെ മദീനയിലെ മൾട്ടി മില്യണർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. രണ്ടുപേരും കൂടെ പോവാ. ഒരു കഥ പറഞ്ഞു തരട്ടെ. മിത്തബയിലെ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് വരണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കഥ പറയാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ആ നാട്ടിലെ ഖബർസ്ഥാനിൽ പോയി. ആരൊക്കെ? ഞാനും ഉമർ. ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ റോൾ മോഡലാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ഒരു റൊമാൻറ്റിക് കഥാപാത്രമാണ് സയ്യിദുനാ ഉമർ. ഒരു കാലം മുഴുവനും വ്യഭിചാരി, ഒരു കാലം മുഴുവനും മദ്യപാനി, ഒരു കാലം പിന്നീട് ആത്മീയതയുടെ വെള്ളരിപ്രാവ്, ശുജായി, വീരരിൽ വീരനെ, വില്ലാളി വീരനെ, വീരശൂര പരാക്രമി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് പോയി. വജുദിലി ബിഅഫ്വിക ഹാനൽ ഫഖീറു मेरी आखा गरीबों की वाली, क्या करूं मेरे जोली है खाली. मेरी आखा गरीबों की वाली, क्या करूं मेरे जोली है खाली. എന്റെ റബ്ബെന്നെ ദരിദ്രനാക്കി, എന്റെ പോക്കറ്റാണെങ്കിലോ മേരെ ജോലി ഹെ ഖാലി, എന്റെ പോക്കറ്റ് കാലിയാണ്. എന്നിട്ട് അയാൾ പാടുകയാണ്, എന്റെ പോക്കറ്റേ കാലിയുള്ളൂ, എന്റെ ഹൃദയം കാലിയല്ല, കാരണം ദിൽ തടപ്താ മചൽതാ ഹെ മേരാ ജബ് ഭി ആതാ ഹെ ഹജ്ജ് കാ മഹീന. ഓരോ ദുൽഹജ്ജിലും ഞാൻ തുള്ളിക്കാടുകയാണ്, എനിക്ക് മദീനയിൽ പോകാമല്ലോ. എന്റെ കൽബ് മുഴുവനും മദീന, എന്റെ കനവിലും മദീന, എന്റെ കരളിലും മദീന, എന്റെ കനകങ്ങളിലും മദീന. എന്റെ പോക്കറ്റേ കാലിയുള്ളൂ, എന്റെ കൽബ് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ കൽബിന്റെ ഉള്ളിലെ കനകമാണെന്നറിയോ? അതാണ് കനകമലയേക്കാൾ വലിയ കാര്യങ്ങളെ കാലത്തോട് കാരിരുമ്മിന്റെ കരുതലിനേക്കാൾ പറഞ്ഞു കൊടുത്ത കാലത്തിന്റെ കരുണാനിധിയെ, കാരുണ്യ പ്രവാചകനെ, കാരുണ്യ പ്രവാഹമേ, കരുണീയമായ മാതൃക കാലത്തിന് സമ്മാനിച്ച കാലാന്തരത്തിന് മേൽ ഗമനം ചെയ്ത ലോകത്തിന്റെ സമാധാനത്തിന്റെ
വെള്ളരിപ്പിറാവേ നബിയുനാ വഹബീബുനാ സയ്യിദുൽ കൗനൈൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ ഫഹ്മി വവസിലി വആഖിദു യദി ഇൻഷാ അല്ലാഹ് വആഖിദു യദി ഇൻദ الصراط وآخذ يدي عند الميزان وآخذ يدي عند الحساب നാളെ ഹിസാബിന്റെ മുമ്പിൽ ഞാൻ പേടിച്ചു നിൽക്കുമ്പോ ഹബീബേ എന്റെ കയ്യിൽ പിടിക്കുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയേ, ഹിസാബ് വല്ലാതെ കഠിനമാകുമ്പോ അങ്ങന്റെ കയ്യിൽ പിടിക്കുമോ? സിറാത്ത് കടക്കാൻ കഴിയാതെ നരകത്തിന്റെ തേളുകളും പാമ്പുകളും എന്നെ കൊത്താൻ വരുമ്പോ അഹമ്മദ് കബീറിന്റെ കാലുകളും എല്ലാം പതറി നരകത്തിന്റെ തീയിലേക്ക് വീഴാൻ പോകുമ്പോ എന്റെ കയ്യിൽ പിടിക്കുമോ ഹബീബേ? പിടിക്കുമോ ഹബീബേ? നമുക്ക് മടങ്ങാം മദീനയിലേക്ക്. ആയിഷയുടെ മടിയിൽ തലവെച്ച് കിടന്ന റളിയല്ലാഹു അൻഹാ ആയിഷയെ പോയിക്കൊള്ളട്ടെയോ എന്ന് പറഞ്ഞ അവസാന യാത്ര സ്വന്തം ഭാര്യയുടെ മടിയിൽ വെച്ച് പറഞ്ഞ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി സിറാത്തിനെ കാത്തിരിക്കുന്ന ഹബീബിനെ കൽബിനോട് ചേർക്കാം. അല്ലാഹുവിന്റെ ഹബീബേ, നമുക്ക് പറയാം അല്ലാഹുവിന്റെ ഹബീബേ, ഓരോ സദഖകളും ഈ സ്വലാത്ത് ചൊല്ലിയിട്ടാവട്ടെ. നമുക്ക് പറയാം ഹബീബേ, എന്റെ കൽബിന്റെ തബീബേ, മദീനയുടെ രാജകുമാര, മക്കയുടെ പൂനിലാവേ, മദീനയുടെ പൊൻവിളിച്ചമേ, സഫാമലയുടെ സാത്വികനെ, ഉഹദ് രണാങ്കണത്തിൽ കൂരമ്പുകൾ പാഞ്ഞു വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നിട്ട് എന്നെ ഹബീബിനെ കൊള്ളാൻ കഴിയാട്, എന്നെ നെഞ്ച് തുളച്ചു കീറിയിട്ടല്ലാട് എന്റെ ഹബീബിന്റെ നെഞ്ചിലേക്കൊരു രോമം പോലും പൊടിയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പാഞ്ഞു വരുന്ന കൂരമ്പുകളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയാകാൻ ഞങ്ങളൊരു തൽഹത്ത് ബിൻ ഉബൈദില്ലയല്ല ഹബീബേ. തണുത്തുറഞ്ഞ രാത്രിയിൽ മദീനത്തെ പള്ളിയിൽ അങ്ങ് നിസ്കരിക്കാമെന്നപ്പോ വെള്ളവും പിടിച്ചുകൊണ്ട് നിന്ന് സഹാബിയാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല നബിയേ. അള്ളാന്റെ ദീനിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങുന്ന നുരുമ്പിപ്പോയ പായയും വെള്ളം കോരുന്ന ഈത്തപ്പാത്രവും എടുത്തുകൊണ്ടുവന്ന് ഇനി അല്ലാതെ ഇതൊന്നുമല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല ഹബീബേ എന്ന് പറഞ്ഞ അങ്ങയുടെ സിദ്ദീഖാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല നബിയേ. അങ്ങ് പറഞ്ഞപ്പോഴും മദീനത്തെ പള്ളിയുടെ ഉയരത്തിൽ കടന്ന് ബാങ്ക് വിളിച്ചിട്ട് അങ്ങ് ചേർത്ത് പിടിച്ചപ്പോ പൊട്ടിക്കരഞ്ഞങ്ങയുടെ നെഞ്ചത്തേക്ക് ചാഞ്ഞ് കടന്നിട്ട് അങ്ങയുടെ റൈഹാനിന്റെ പരിമളം ആസ്വദിച്ച ഒരു കറുകരുത്ത ബിലാലാവാൻ, കറുപ്പിന്റെ ബിലാലാവാൻ. പടച്ചവനെ, ഞങ്ങൾക്ക് കറുപ്പില്ല, ഞങ്ങളുടെ ചുണ്ടിന് തടിപ്പില്ല, ഞങ്ങളുടെ മുടി ചുരുണ്ടിട്ടില്ല, ഞങ്ങൾ സുന്ദരന്മാരാണ്. പക്ഷേ കറുകരുത്ത ബിലാലിന് കിട്ടിയ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ആ മുടി ചുരുണ്ടുപോയ ബിലാലിന് കിട്ടിയ ഭാഗ്യം കിട്ടിയില്ലല്ലോ. തന്റെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് റിസാലത്തിന്റെ നെഞ്ചകത്തിന്റെ ഉള്ളിൽ കറുകരുത്ത ബിലാലിന് മുഖം തീർക്കാൻ കഴിഞ്ഞു. പക്ഷെ ഹബീബേ, ഞങ്ങൾക്കത് കഴിഞ്ഞില്ലല്ലോ. യാ റസൂലല്ലാഹ്, ഞങ്ങളെത്ര ഹതഭാഗ്യരാണ്. ഞങ്ങളെ നൈനിറ്റാള് കണ്ടു, ചിറാപുഞ്ചി കണ്ടു, ലോസ് ആഞ്ചലസ് കണ്ടു, പക്ഷേ അങ്ങയുടെ മുഖം ഞങ്ങൾ കണ്ടില്ലല്ലോ നബിയെ. ഈ നൂറ്റാണ്ടിൽ എന്തിനാണ് ഞങ്ങൾക്ക് ജന്മം നൽകിയത്? 14 നൂറ്റാണ്ട് പിൻപന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം, പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. ഒരാശിക്കിന്റെ തേരോട്ടമാണിത്, ഒരാശിക്കിന്റെ രോദനമാണിത്. നബിയെ, ഒരു യോഗ്യതയുമില്ല, ഒരൊറ്റ യോഗ്യതയേ ഉള്ളൂ. ആ യോഗ്യത ഏതെന്നറിയുമോ? മാലി സിവാഹു ബിലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫളിരി ജൂദിക അസ്അദീ. അവിടുത്തോടുള്ള ഹുബ്ബ് നിറച്ചു വെച്ച കൽബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കണേ ഹബീബേ, ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ ഹബീബേ. ഫകുല്ലി
شفيعا يوم لا ذو شفاعة سواك بمعن عن سوادب قاربي. അവിടുത്തെ ഹുബ്ബ് നിറച്ചുകൊണ്ട് നമുക്കിന്ന് സ്വലാത്ത് പറഞ്ഞു പിരിയാം. അഹമ്മദ് കബീറിന്റെ രീതി മാറി, എന്റെ സ്വഭാവം മാറി. ഇനി ഞാൻ വിളിക്കുന്നത് മദീനയുടെ വിളക്കുമാടത്തിലേക്കാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിത്തബൈരിലെ മുഅ്മിനത്തെ ചുണ്ട് ചലിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നന്മയ്ക്ക് വേണ്ടി സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഏതെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ ആ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. എന്തെങ്കിലും കടങ്ങളുള്ളവരാണെങ്കിൽ ഈ മുഅ്മിനീങ്ങളുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഏതെങ്കിലും പ്രയാസങ്ങളുള്ളവരാണെങ്കിൽ, മനസ്സിൽ ബേജാറുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. തീരാറായി ലോകം, ഈ ദുനിയാവ് തീരാറായി. ഇത് നമ്മുടെ യാത്ര ആഖിറത്തിലേക്കാണ്. പോണ സമയത്ത് കൈക്കുള്ളിൽ എന്തെങ്കിലും വേണം, എന്തെങ്കിലും. നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചോന്ന് ഉറപ്പില്ല. ഉണ്ടോ മുഅ്മിനീങ്ങളെ? ഉണ്ടോ? നോമ്പ് പിടിച്ചിട്ടുണ്ട്, സ്വീകരിച്ചോന്ന് ഉറപ്പില്ല. ഒന്നും കൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് പോയി രക്ഷടാന്ന് കരുതണ്ട. കുറെ സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സ്വീകരിച്ചോന്ന് ഉറപ്പില്ല. കുറെ ദിക്റുകൾ ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചോന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല കയ്യിലിരുന്ന വടി കൊണ്ട് കാലിലടിച്ചിട്ട്, ഉമറേ, ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നിനക്കാന്ന് പറഞ്ഞ് കരഞ്ഞത് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ആ മഹാനെ കുറിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഖബർസ്ഥാനിലേക്ക് പോയി. ആ ഖബർസ്ഥാനിൽ, വിശാലമായ ഖബർസ്ഥാനിൽ പോയി കിടക്കുമ്പോ ഞങ്ങളവിടെ ഓരോരുത്തരുടെയും ഖബറിന്റെ ചാരത്തുകൂടി ഇങ്ങനെ നടന്നുപോയി. കുറെ സമയം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഉമറിനെ കാണാനില്ല. റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. എവിടെയാണ് ചെറുപ്പക്കാരെ നമുക്ക് സമയമുള്ളത്? വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുമ്പോ അവനവന്റെ ജുമഅത്ത് പള്ളിയുടെ പുറകിലുള്ള ഖബർസ്ഥാനിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകാറുണ്ടോ? ഉണ്ടോ? ആഴ്ചയിലെ പള്ളിയിലെ ഖബർസ്ഥാൻ സന്ദർശിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൈവകട്ടെ. ആഴ്ചയിലൊന്ന്. ഉള്ള ചീത്തപ്പേര് കളയണ്ട, ഉള്ള ചീത്തപ്പേര് കളയണ്ട, പൊക്കിക്കണില്ല മോനെ. ഈ കാണുന്ന ലോകത്തിന് മുമ്പിൽ ബാറുകളും ഡാൻസുകളും പാട്ടും നൃത്തവും നടനവും നടന ചാതുരിയും നയനാനന്ദകരവുമായ ഈ ലോകത്തിന്റെ കാഴ്ചകളുടെ മുമ്പിൽ നമ്മുടെ കൽബിനെ നന്നാക്കാൻ കഴിയുന്ന ഒരൊറ്റ കാഴ്ചയേ ഉള്ളൂ. ആ കാഴ്ച പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനാണ്. അതിനേക്കാൾ വലിയൊരു കാഴ്ച വേറെയില്ല. വെള്ളിയാഴ്ച കിടന്നുറങ്ങണ ഉപ്പാന്റെ ചാരത്ത് പോയി യാസീനോദാൻ മെനക്കെട്ട മക്കൾ എത്ര? നൊന്ത് പ്രസവിച്ച ഉമ്മ. ആരോടാണ് പറയുന്നത്? ഇത് ബിദ്അത്തുകളോടല്ല, ഇത് ലോകത്ത് കണക്ക് കൂട്ടുന്നവരോടല്ല. മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ഖബറിന്റെ അടുക്കല് അന്നത്തെ ദിവസം സലാം പറഞ്ഞു അലി റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് പറയാണ്, യാ ഖബറു മാലകി ലാ തുദീബു മുനാദിയാ, യാ ഖബറു മാലകി ലാ തുദീബു മുനാദിയാ. എന്തേ ഖബറേ നീ എനിക്ക് സലാം അടക്കാത്തത്? എന്റെ ഫാത്തിമ നിന്റെ ഉള്ളിലുണ്ടോ? എന്റെ ഫാത്തിമയുടെ അവസ്ഥ എന്നാണ്? ഇന്നലെ വരെ കടപ്പറയില് കിടന്നവളെ, എന്നെ മക്കളെ പ്രസവിച്ച് തന്നവളെ, പൊന്നുമോളെ, സഹധർമ്മിണി ഫാത്തിമ, നീ ആ ഖബറിന്റെ ഉള്ളിൽ നിന്നെ അവസ്ഥ എന്തെന്ന് മരിച്ചു കിടക്കുന്ന പ്രാണപ്രേയസിയോട് മരണശേഷം വിശേഷം ചോദിച്ച ഭർത്താവിന് ഓർമ്മയില്ലയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തെ, മിത്തബൈര പള്ളി
പള്ളിയുടെ ഖബർസ്ഥാനിൽ ഉപ്പ കിടപ്പില്ലേ? നൊന്ത് പ്രസവിച്ച ഉമ്മ കിടപ്പില്ലേ? ആരാണ് ഉമ്മ എന്നറിയുമോ? മകന്റെ കഴുത്തിറക്കുന്ന ഉമ്മ, ഉമ്മയുടെ കഴുത്തിറക്കുന്ന മകന്. എല്ലാ പിശാചുക്കൾ പറക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അധപ്പതിച്ചു പോകുമ്പോ ഉമ്മയുടെ കയ്യിലാണ് വെട്ടിയത്. ആ മകൻ ഉമ്മയുടെ കയ്യിൽ വെട്ടിയപ്പോ ആ വെട്ടുന്നതിന്റെ ഇടയിലാണ് ഉമ്മയുടെ കയ്യേറ്റുപോയി. ആ ആയുധം കൊണ്ടും മകന്റെ വിരലും മെല്ലെ ഒന്ന് മുറിഞ്ഞപ്പോ ആ മുറിവിൽ നിന്ന് രക്തം വന്നപ്പോ ഓടി വന്നിട്ട് ഉമ്മ ചോദിച്ചു, പൊന്നുമോനെ വേദനിച്ചോ പൊന്നുമോനെ? തന്റെ കൈവെട്ടി മാറ്റിയ മകൻ അതിന്റെ ഇടയിൽ നിന്ന് കൈവിരലൊന്ന് മുറിഞ്ഞപ്പോ ചോര പൊടിഞ്ഞപ്പോഴും മുത്തേ വേദനിച്ചോ എന്ന് പറഞ്ഞ് ഓടി വന്ന് വിരൽ മുറിഞ്ഞ മകന്റെ ആ കൈ പിടിച്ചിട്ട് തന്റെ കണ്ണോട് ചേർത്ത് വെച്ച് കൺകോളയിൽ നിന്ന് വന്ന കണ്ണുനീര് കൊണ്ട് മകന്റെ മുറിവിൽ ഔഷധം പുരട്ടിക്കൊടുത്ത ഉമ്മ. രാത്രിയിൽ വരാനൊന്ന് താമസിച്ചാൽ വാതിൽപ്പടിയിൽ കാണുന്നത് വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എന്റെ ഉമ്മ വാതിലുകരുന്നു വരുമ്പോ ഓരോ മണിക്കൂർ ഇടവിട്ട് എത്താറായോ എന്ന് ചോദിച്ച എന്റെ ഭാര്യ ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ച് വരുന്നത് വരെ കാത്തിരുന്നവളെ ഖബറിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ അവരോടൊരു സലാം പറയാൻ, ഖബറിൽ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാൻ തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് സമയമില്ലാതായി പോയല്ലോ. ഖബർസ്ഥാനിലാണ് സന്ദർശനം നടത്തേണ്ടത്. അതിനേക്കാൾ വലിയൊരു ഉപദേശകനില്ല. ഈ കാണുന്ന ദുനിയാവിന്റെ വർണ്ണപ്രപഞ്ചത്തിൽ കണ്ണുമഞ്ഞളിച്ചു പോകുമ്പോ കാണേണ്ടത് ഖബറാണ്. ആ ഖബറിലൂടെ നടന്ന സുഹൃത്ത് പറയാ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തേടിപ്പോകുമ്പോ ആ വിശാലമായ ഖബറിൽ അന്ന് മരിച്ച ഒരാളെ ഖബറടക്കാൻ വേണ്ടി ഒരു ഖബർ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഖബർസ്ഥാനിലെ അന്ന് കുടിക്കപ്പെട്ട ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കിടന്നിട്ട് ഒരു പിടി മണ്ണെടുത്ത് തന്റെ ശരീരത്തിൽ ഇങ്ങനെ ചേർത്തുരച്ചിട്ട്, ഉമറേ ഒരു ദിവസം നീ ഇവിടെ കിടക്കും ഉമറേ, മലക്കുകൾ നിന്നോട് വരും ഉമറേ, ഈ കാണുന്ന മണ്ണ് നിന്റെ ശരീരം തിന്നും ഉമറേ, ചിതലും പുഴുക്കളും നിന്റെ ശരീരത്തിൽ പടർന്നു കയറും ഉമറേ. ആ ദിവസത്തെ ഉമറേ ഓർമ്മിപ്പിച്ചിട്ടാണോ ഈ ദുനിയാവിൽ ഈ കളി കളിക്കുന്നതെന്ന് തന്റെ വലത്തെ കൈയെടുത്ത് ഈ ചെവിട്ടത്തേക്ക് ഇങ്ങനെ അടിക്കുന്നത് കണ്ടുവന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനെ കുറിച്ച് കൂട്ടുകാരന്റെ ഡയറി കുറിപ്പാണിത്. വിശ്വാസി ലോകമേ, എണ്ണിയാലൊടുങ്ങാത്ത പരമ്പരയുടെ നന്മയിലൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്നത് വ്യഭിചാരിയുടെ സമൂഹത്തിലല്ല. എയ്ഡ്സും എബോളയും പിടിച്ചിട്ട് ചത്തുപോയവൻ വെച്ച പ്രത്യയശാസ്ത്രം വിശ്വസിച്ചവരല്ല മുസ്ലിമീങ്ങൾ. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സിൽസിലയാണ്. ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയാണ്. ഉള്ളതെല്ലാം ദീനിന് കൊടുത്തിട്ട് അവസാനം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പോയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയാണിത്. മഹിശറയോത്ത് കരഞ്ഞ ഉമറിന്റെ സന്തതികളാണിത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ണുനീര് പൊടിഞ്ഞു പോയ ഒരു വല്ലാത്ത സമൂഹത്തിന്റെ പിന്തലമുറയാണിത്. ഇതാരെന്നറിയുമോ? നന്മയിലൂടെ ജീവിക്കാൻ പഠിപ്പിച്ച, തനിക്ക് കിട്ടിയതെല്ലാ പാവങ്ങൾക്ക് കൊടുത്ത പാണക്കാട്ട് പൊന്നമ്പിളി, പാണക്കാട് പൂനിലാവ്, കടലുണ്ടി പുഴയുടെ തീരത്തുകൂടി തടം തല്ലി ആട്ടൊടുകുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ മരക്കസേരയിൽ ചാരിയിരുന്ന് രാപകലോളം തന്നെ മുമ്പിലേക്ക് വന്ന ആയിരങ്ങൾക്ക് സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്ത, തന്റെ കയ്യിൽ കിട്ടിയതെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സിൽസിലയിൽ വന്ന സമുദായമാണിത്. ഈ സമുദായം എങ്ങനെയാണ് തകർന്നു പോവുക? കൈഫ യുഹ്ലികു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് എങ്ങനെയാണ് തകരുക? നമ്മളൊക്കെ കല്യാണ വീട്ടിൽ പോയാൽ സുഖിക്കാറുണ്ട്. പാണക്കാട്ടെ കുടുംബം കല്യാണ വീട്ടിലും അവര് കഥകളാണ് കേട്ടത്. മക്കളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞത്, തങ്ങളെ രോഗമാണെന്ന് പറഞ്ഞ് കരഞ്ഞവർ, തങ്ങളെ വീടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞവർ. പാണക്കാട് തറവാടിന്റെ ഒരൊറ്റ കൈച്ചും ഇതേവരെ അടക്കപ്പെട്ടിട്ടില്ല. അവിടേക്ക് വന്നവരാരാണ്? കിഡ്നി തകരാറിലായി പോയവർ, ക്യാൻസർ വന്നു പോയവർ, ഭർത്താവ് ജയിലിലടക്കപ്പെട്ടു വധശിക്ഷയുടെ തൂക്ക്
തൂക്കുകയറ് കാത്തു നിൽക്കുമ്പോ തമിഴ്നാട്ടിലെ പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന പേരേതെന്നറിയോ? പുരക്ഷി തലൈവിയുടേതല്ല, കരഞ്ചറുടേതല്ല, അണ്ണാദുരയുടേതല്ല. ആ തമിഴ്നാട്ടിലെ പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ചിത്രമേതെന്നറിയോ? പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടില് ആയിരക്കണക്കിന് അഗതികൾക്കും അനാഥകൾക്കും നിരാലംബർക്കും നിരാശ്രയർക്കും നിദ്രാവിഹീനർക്കും ആലംബമായി മാറിയ പാണക്കാട് ജുമാ മസ്ജിദിന്റെ വലതു ഭാഗത്തും മണ്ണിന്റെ അടിയില് ഒരു മഹാചരിത്രം രചിച്ച് കിടക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രന് ഇന്ന് ഈ സദസ്സിൽ വന്നിട്ട് നമ്മൾക്ക് അനുഗ്രഹം തന്ന് തിരിച്ചുപോയ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. തമിഴ്നാട്ടിലെ പെണ്ണ് ഓടി വന്ന് കരഞ്ഞത് പാണക്കാട് തറവാട്ടിലാണ്. മുനവ്വർ അലി തങ്ങളുടെ മുമ്പിലാണ്. തന്റെ കയ്യിലിരിക്കുന്ന ഫോണെടുത്ത് സമുദായ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചു വെച്ച 100 കണക്കിന് ആളുകളോട് പറഞ്ഞു. അവസാന കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ട ഭർത്താവിന്റെ കൈയും പിടിച്ച് തമിഴ്നാട്ടിലെ പെണ്ണ് പാണക്കാട് വന്ന് കണ്ണുനീർ വാർത്തിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ദേവാലയമെന്ന്. ഇത് മതഭ്രാന്തന്മാർക്ക് മനസ്സിലാവില്ല, വിരോധം മനസ്സിലേക്ക് കയറിയവർക്ക് മനസ്സിലാവില്ല. പാണക്കാട്ടെ തറവാടിന്റെ ഗേറ്റ് ഒരാളുടെ മുമ്പിൽ മടക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സഹോദര, ഇത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൊളുത്തു തന്ന തലമുറയാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വയ്യാത്ത പ്രിയപ്പെട്ട ഉസ്താദിനോട് എന്തിനാണ് നിസ്കരിക്കുന്നത്? ഒരു കയറിൽ ഒരു മോന്തായത്തിൽ കെട്ടിത്തൂക്കിയ കയറിൽ പിടിച്ചിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോ എന്തിനാണ് ഉസ്താദെ കട്ടപ്പെട്ട് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, നാളെ എന്റെ ഒടുക്കത്തെ യാത്ര പോവുകയല്ല, ഈ തലേന്നത്തെ രാത്രി ഞാൻ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് പരമദരിദ്രനായിട്ട് വിട പറഞ്ഞു പോയ സമസ്തയേള ജംഇയ്യത്തുൽ ഉലമയുടെ ഖജനാവ് സൂക്ഷിപ്പുകാരന് മഹാനായ പാറന്നൂർ ഉസ്താദിന്റെ തലമുറയാണിത്. ജീവിതത്തിലെ സാത്വികത്വത്തിന്റെയും ആ വിനയത്തിന്റെയും വിരലടയാളമായി മാറിയ മരിക്കുന്നത് വരെ താൻ പഠിപ്പിക്കുന്ന ജാമിയില് ചാർജ് ചെയ്ത ടോർച്ചിന്റെ കരണ്ട് ബില്ല് പോലും സ്വന്തം കുപ്പായത്തിന് നിന്ന് എടുത്തുകൊടുത്ത് വിനയമെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ തലമുറയാണിത്. 2 മക്കളും മരിച്ചിട്ടും മയ്യത്തായി മുമ്പിൽ കിടക്കുമ്പോഴും പാണക്കാട്ടെ പൂമുത്ത് വരട്ടെ, ദുആ ചെയ്തിട്ട് അവരുടെ മയ്യത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പൊന്നുമക്കൾ മരിച്ചു കിടക്കുമ്പോഴും പാണക്കാട്ട് ശിഹാബ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാത്തു നിന്ന് നിറപുഞ്ചിരിയോടെ തങ്ങൾ വരുമ്പോ ദുഃഖം കനീഭവിച്ച മുഖവുമായി അല്ലാഹു നൽകിയ 2 പെൺമക്കളുടെ 2 മക്കളുടെ മയ്യത്തിന് മുമ്പിൽ തങ്ങളുപ്പാപ്പാ മുറ്റത്തുകൂടി ഒന്നിച്ച് കളിച്ച് നടന്നവര് ഇന്നൊന്നിച്ചവര് കബറിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. കുട്ടികളെ യാത്രയാക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ മഹാനായ കാളമ്പാടി ഉസ്താദ് വരച്ചു തന്ന ഒരു തലമുറയോടെ യാത്ര ചെയ്തവരാണ് നമ്മൾ. ഇവിടെയാണ് നമ്മൾ ചോദിക്കുക, കൈഫ യുഹ്ലികു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ ആരാണ് തകർക്കുന്നത്? ആരാണ് തകർക്കുന്നത്? സഹകരണത്തിന്റെ, സമുദായ സേവനത്തിന്റെ. ഒരാളോട് പോലും അക്രമം ചെയ്യരുത്. വടിവാളിലും ബോംബിലുമല്ല നമ്മുടെ ജീവിതമുള്ളത്. വിട്ടുവീഴ്ചയിലും ഉദാരതയിലും സന്തോഷത്തിലും സഹനതയിലും സഹാനുഭൂതിയിലും സമചിത്തതയിലും സമഭാവനയിലുമാണ് സമുദായത്തിന്റെ സമീകരണമായ സഹന കാലഘട്ടം കടന്നു വരുന്നതെന്ന് സമുദായത്തോട് സഹനമന്ത്രത്തിന്റെ സാധ്യതകളെ പറഞ്ഞുകൊടുത്ത ഈ സായാഹ്നത്തെ ഇത്രമേൽ ചേതോകരമാക്കിയ നിറവാർന്ന ഓർമ്മകളുടെ മുത്തേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർകദ, നവ്വറല്ലാഹു മർകദ, നവ്വറല്ലാഹു മർകദ. നമുക്കും പോകണ്ടേ അവരുടെ കൂടെ? പോകണ്ടേ? മനുഷ്യന്മാരെ അവരുടെ കൂടെ പോകണ്ടേ? എന്നിട്ട് മനുഷ്യന്മാരപ്പ അവരുടെ കൂടെ പോവണ്ടേ? അവരുടെ കൂടെ പോവാൻ നമുക്കെന്താണുള്ളത്? കെട്ടുകൾ 3 കെട്ടി മയ്യത്തു കട്ടിലേറ്റി ഒരു ദിനമുണ്ടോരു യാത്ര, തിരിച്ചു വരാത്തൊരു യാത്ര.
അല്ലാഹു നമ്മുടെ യാത്ര മനോഹരമാക്കട്ടെ. അല്ലാഹു നമ്മുടെ യാത്ര മനോഹരമാക്കട്ടെ. അല്ലാഹു നമ്മുടെ യാത്ര ജീവിതത്തിലെ മനോഹരമായ യാത്രയാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാം നശിച്ചിവിടെ നിന്ന് പോകും. ആകെ കയ്യിലുണ്ടാകുന്നത് ഈ നന്മ മാത്രമാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോ കൈവെള്ളയിൽ നിറച്ച് നന്മകളുമായി തിരിച്ചു പോകാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.